ഗുഡ് മോർണിംഗ്. ഇതെന്താ പുതിയ സെറ്റപ്പ് എന്നല്ലേ? എന്നും ആ ട്യൂബ് ലൈറ്റിൻ്റെ അടിയിൽ ഇരുന്ന് ബോറടിച്ചു ഒരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല കേട്ടോ, ഇത് നമ്മളുടെ 46ാമത്തെ എപ്പിസോഡാണ്. ഇത്രയും ആഴ്ചകൾക്കുള്ളിൽ ന്യൂസ് ഇല്ലാത്ത ഒരു വീക്ക് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും ക്ഷാമം ഒരു വീക്ക് പോലും ഞാൻ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ന്യൂസുകൾക്ക് വേണ്ടി കാത്തിരുന്നത് ആബ്സല്യൂട്ട് സൺഡേ മോർണിംഗ് 7:15 ആയി ഇപ്പോൾ സമയം. എന്നാലും കുറച്ച് ന്യൂസുകൾ തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട്. ദി ഷോ മസ്റ്റ് ഗോ ഓൺ എന്നാണല്ലോ പറയാറ്. അപ്പോൾ നമുക്ക് നേരെ സൺഡേ ടെക് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക്. ക്വാൽകോമിൻ്റെ സൈഡിൽ നിന്നുള്ള 8 Gen 4 ചിപ്സെറ്റ് ഈ മാസം 23-ാം തീയതി ലോഞ്ച് ചെയ്യുന്നൊരു റൂമർ കേൾക്കുന്നുണ്ട്. ഡേറ്റ് കൺഫേംഡ് അല്ല. അതേപോലെ തന്നെ കൺഫേംഡ് അല്ലാത്തൊരു ന്യൂസാണ് 8 Gen 4 എന്ന് പറയുന്ന പേര് മാറ്റിയിട്ട് 8 Gen 4 എലൈറ്റോ അങ്ങനെ പുതിയൊരു പേരിലായിരിക്കാം ഈ 8 Gen 4 സീരീസുകൾ വരാമെന്ന് പറയുന്നുണ്ട്. അതും കൺഫേം അല്ല, റൂമറാണ്. സോ ഈ ദിവസങ്ങളിൽ തന്നെ 23, 24, 25 കൂടിയിട്ട് തന്നെ വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന്, വിവോയുടെ സൈഡിൽ നിന്ന്, അതേപോലെ ഷവോമിയുടെ സൈഡിൽ നിന്നൊക്കെ അവരുടെ ഫ്ലാഗ്ഷിപ്പ് സീരീസ് ഫോണുകൾ ഈ 8 Gen 4 ചിപ്സെറ്റ് വെച്ചിട്ടും ചൈനയിൽ ലോഞ്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ലാവയുടെ സൈഡിൽ നിന്ന് ലാവ അഗ്നി 3 എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫോൺ കേട്ടോ, നല്ല കിഡിലൻ ഫോൺ, നല്ല ഫീച്ചർ പാക്ക്ഡ് ഫോൺ എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു സംഭവമായിരുന്നു. വാങ്ങി ഉപയോഗിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഉപയോഗിച്ച് നമ്മളത് റീസെല് ചെയ്യാന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോഴാണ് ഈ ലാവയ്ക്കൊക്കെ പണി കിട്ടുന്നത്. എനിവേ, ഈ ഒരു ഫോണിൻ്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ നമുക്കൊരു 1.7 ഇഞ്ച് വരുന്ന ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. സോ നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സെൽഫി എടുക്കുമ്പോൾ നമുക്ക് അതിൽ നമ്മളുടെ തന്നെ റിഫ്ലക്ഷൻ കാണാൻ പറ്റും. മീൻസ് അങ്ങനെ അതിനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡെഡിക്കേറ്റഡ് ക്യാമറ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ സൈലൻ്റ് ആവുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓപ്പൺ ചെയ്യും. പിന്നെ ക്യാപ്ചർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഡിമെൻസിറ്റി 7300X എന്ന് പറയുന്ന ചിപ്സെറ്റാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം അടിപൊളിയാണ് കേട്ടോ. ക്യാമറ ആണെന്നുണ്ടെങ്കിലും അവിടെ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, സെൽഫി 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ കാണാനൊക്കെ നല്ല ലുക്കുണ്ട്. നല്ലൊരു ഫോണായിട്ടാണ് തോന്നിയത്. എന്തായാലും പറ്റിയവരെണ്ണം വാങ്ങി നമ്മളുടെ ചാനലിൽ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇനി വരാനിരിക്കുന്ന ഗൂഗിൾ പിക്സൽ 9a എന്ന് പറയുന്ന ഫോണിൻ്റെ കുറച്ച് റെൻഡേഴ്സ് ലീക്ക് ആയിട്ടുണ്ട്. ഡിസൈൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ഗൂഗിൾ പിക്സൽ ഫോണാണ്. എന്നാൽ 8a അതേപോലെ 9 സീരീസിനൊക്കെ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് താനും. സോ നല്ലൊരു കാര്യം, ഡിസൈനിൽ ചേഞ്ച് ഉണ്ട്, എന്നാൽ സെയിം പാറ്റേൺ ആണ്. അതിപ്പോൾ ഗൂഗിളിൻ്റെ എല്ലാ ഫോണുകളും ആ ഒരു രീതിക്ക് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് 6 മുതൽ ആ ഒരു പാറ്റേണിലാണ് അവർ പിടിച്ചിരിക്കുന്നത്. കാണുമ്പോൾ ഗൂഗിൾ പിക്സലാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. എന്നാൽ അത് ഏത് സീരീസാണ്, മീൻസ് 9 ആണോ 7 ആണോ 6 ആണോ എന്നുള്ളത് കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും. സോ അങ്ങനെ ഗൂഗിൾ പിക്സൽ 9a എന്ന് പറയുന്ന ഫോണിൻ്റെ ലീക്ക്ഡ് റെൻഡേഴ്സ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിവേ, ഈ ഒരു ഫോൺ വരാനായിട്ട് പോകുന്നത് മെയ് മാസത്തിലാണ്. അതായത് അടുത്തൊന്നും പ്രതീക്ഷിക്കേണ്ട. മാർച്ചിൽ ഇതിൻ്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും, മെയ്യിൽ ഇത് ലോഞ്ച് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. സോ കാത്തിരുന്ന് കാണാം. ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് സ്മാർട്ട് 9 എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള സ്മാർട്ട് ഫോൺ ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഹീലിയോ G81 എന്ന് പറയുന്ന പ്രോസസ്സറാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. 5000 mAh ബാറ്ററി കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നോർമൽ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇന്ത്യയിൽ ഇതിൻ്റെ പ്രൈസ് എത്രയാണ് എന്നുള്ളത് അറിഞ്ഞിട്ടില്ല, കാരണം ഇന്ത്യൻ ലോഞ്ച് നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഗ്ലോബലി ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അധികം വൈകാതെ ഇന്ത്യയിലോട്ടും വരും. സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന സീരീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് S സീരീസ് അല്ല, അത് ആക്ച്വലി A സീരീസ് ആണ്. കാരണം അത് ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ടുള്ള ഫോണുകളാണ്. ഇനി വരാനിരിക്കുന്ന സാംസങ് ഗാലക്സി A56 എന്ന് പറയുന്ന മോഡലിൽ എക്സിനോസ് 1580 എന്ന് പറയുന്ന കുറച്ചും കൂടി ബെറ്റർ എഫിഷ്യൻസി ഉള്ള, കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് വരുന്ന ചിപ്സെറ്റ് ആയിരിക്കും എന്നുള്ള ഒരു റൂമർ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. സോ അധികം വൈകാതെ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള A56 എന്ന് പറയുന്ന ലോഞ്ചും എക്സ്പെക്ട് ചെയ്യാം. സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് 3 പ്രൊഡക്റ്റുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനി എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ S24 FE എന്ന് പറയുന്ന ഫോൺ. അതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഒരു വകയ്ക്ക് കൊള്ളാത്ത ഫോണെന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാം. 59,999 രൂപയ്ക്കാണ് അതിൻ്റെ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സിനോസ് 2200E എന്ന് പറയുന്ന ചിപ്സെറ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു S24 സീരീസിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും, അത് സോഫ്റ്റ്വെയർ സൈഡിലാണെന്നുണ്ടെങ്കിലും അതേപോലെ അതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഡിസ്പ്ലേ അടിപൊളിയാണ്, ക്യാമറ അടിപൊളിയാണ്, എല്ലാതും അടിപൊളിയാണ്. പക്ഷേ FE എന്ന് പറയുന്ന ഫാൻ എഡീഷൻ എന്ന് പറയുന്ന കുറച്ച് വില കുറച്ച് ഇറക്കേണ്ട ഫോണിന് ഇതുപോലെ 60,000 രൂപ കൊടുത്തിട്ടാണ് അവർ ഇറക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എത്രയോ ഫോണുകൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. എനിവേ, ഇപ്പോൾ S23 എന്ന് പറയുന്ന മോഡൽ നമുക്ക് 40,000 രൂപയ്ക്ക് താഴെ ഈ ഒരു ഓഫർ ടൈമിൽ വാങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ മൊത്തത്തിൽ അതൊരു ഓവർ പ്രൈസ്ഡായിട്ട് തന്നെയാണ് തോന്നിയത്. അത് സാംസങ് FE സീരീസുകൾ വരുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ്. ഇനി അത് കുറഞ്ഞു ഇതായിപ്പോൾ ഈ ഒരു ഓഫർ ടൈമിൽ S23 FE 27,000 രൂപയ്ക്കാണ് വിറ്റത്. അതേപോലെ കുറഞ്ഞ് താഴത്തേക്ക് വരും. എന്തായാലും സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് S24 FE എന്ന് പറയുന്ന മോഡൽ കഴിഞ്ഞ ആഴ്ച
59,999 രൂപയ്ക്ക് വന്നിട്ടുണ്ട്. അതേപോലെ 2 ടാബ്ലറ്റുകളും ലാസ്റ്റ് വീക്ക് നമുക്ക് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. S സീരീസിൽ S10 Plus ആൻഡ് S10 Ultra എന്ന് പറയുന്ന 2 മോഡലുകളാണ് ലാസ്റ്റ് വീക്ക് വന്നത്. അതിൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിൽ 11,000 mAh ബാറ്ററിയാണ്, ഒന്നിൽ 10,000 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ പ്രൈസ് S10 Ultraയ്ക്ക് 1,80,000 രൂപ, S10 Plusന് 91,000 രൂപ, അങ്ങനെയാണ് വില വരുന്നത്. ഈ 2 വ്യത്യാസങ്ങളാണ് മെയിൻലി ഞാൻ നോട്ടീസ് ചെയ്തത്. ഞാനിതിൻ്റെ ലോഞ്ച് ഇവൻറ്റോ കാര്യങ്ങളൊന്നും കണ്ടില്ല. സ്പെക് ഷീറ്റ് നോക്കിയപ്പോഴാണ് ഈ ഒരു ഡിഫറൻസ് കണ്ടത്. ബാക്കി ഡിസ്പ്ലേ ആണെങ്കിലും ക്യാമറ സെറ്റപ്പ് ആണെങ്കിലും ബാക്കി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം സെയിം ആയിട്ട് തോന്നി. 2 ടാബിലും വരുന്നത് MediaTekൻ്റെ 9300+ എന്ന് പറയുന്ന ചിപ്സെറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഒരു ന്യൂസും കൂടി ഉണ്ട്. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് One UI 7 അപ്ഡേറ്റ് ഈ വർഷം ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് 2025 പുഷ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ One UI 7 വേണ്ടി കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് പ്രതീക്ഷിക്കേണ്ട. പിന്നെ ആ ഒരു One UI 7 വരുന്നതോട് കൂടിയിട്ട് ഇപ്പോൾ കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന AI ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതിൽ പലതിനും സബ്സ്ക്രിപ്ഷൻ ബേസിൽ പേ ചെയ്യേണ്ടതായിട്ട് വരും എന്നും കേൾക്കുന്നു. ആൻഡ്രോയിഡ് 15 കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് ആദ്യം ആൻഡ്രോയിഡ് 15 കിട്ടുന്ന ഫോണുകൾ അത് ഗൂഗിൾ പിക്സൽ സീരീസ് ആയിരിക്കില്ല, പകരം വിവോ ഫോണുകളായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഈ ഒരു മാസം അടുത്ത ദിവസം തന്നെ വിവോ ഫോണുകളിൽ ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ഫൺ ടച്ച് OS 15 അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം. ഇനി നമ്മളുടെ അവസാന ന്യൂസ്, യൂട്യൂബ് ഷോർട്സ് ഇനി ഷോർട്സ് അല്ല, അത് ഇനി ലെങ്തി ആയിരിക്കും. ഇപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയ 1 മിനിറ്റുള്ള ഷോട്ടുകളാണ് എടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് മാറ്റിയിട്ട് 3 മിനിറ്റ് വരെ ആയിട്ട് അത് കൂട്ടിയിട്ടുണ്ട്. സോ ഇനി എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും. ഇതുപോലുള്ള ലെങ്തി വീഡിയോസ് ആരും പ്രിഫർ ചെയ്യുന്നില്ല. സോ ഇനി അതിലേക്ക് വരുമ്പോൾ കൂടുതൽ കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഈ 3 മിനിറ്റ് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. സോ എന്തായാലും യൂട്യൂബ് ഷോർട്സ് എന്ന് പറയുന്നത് 3 മിനിറ്റ് ആക്കിയിട്ട് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഈ മാസം 15-ാം തീയതി മുതലാണ് നമുക്ക് 3 മിനിറ്റ് ലെങ്ത്ത് ഉള്ള ഷോർട്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇത്രയും ന്യൂസുകളാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ചത്. പലതും റിപ്പീറ്റേഷനാണ്, പക്ഷെ ന്യൂസ് ഇല്ലാന്നേ, എന്ത് പറ്റിയാണാവോ. ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ അവസാനിക്കാനായിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻഡ് ഡേറ്റ് എന്നാണെന്നുള്ളത് അവർ മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ 2 പ്രൊഡക്റ്റാണ് വാങ്ങിയത്. ഒന്ന് റിയൽമി വാച്ച് S2 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ച് വാങ്ങി, പിന്നെ റിയൽമിയുടെ തന്നെ വയർലെസ് 3 എന്ന് പറയുന്ന ഒരു നെക്ക് ബാൻഡും വാങ്ങി. അത് രണ്ടും നല്ല പ്രൈസായിട്ട് തോന്നി, എനിക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആണെന്ന് തോന്നി, അതുകൊണ്ടാണ് അത് വാങ്ങിയത്. പിന്നെ എന്താ, അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ ഒരുപാട് നല്ല വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. സാംസങ് ഗാലക്സി F05 എന്ന് പറയുന്ന ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു ഫോണിൻ്റെ വീഡിയോ വരുന്നുണ്ട്. വിവോയുടെ സൈഡിൽ നിന്നുള്ള T3 Ultra എന്ന് പറയുന്ന ഫോണിൻ്റെ വീഡിയോ വരുന്നുണ്ട്. സോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.